എത്ര കുടിച്ചാലും മതി വരാത്ത ഒരു അടിപൊളി ഷർബത്താണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ചൂട് കാലാവസ്ഥയിലൊക്കെ താമസിക്കുന്നവർ അവർ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പാനീയം തന്നെയാണിത്. കാരണം നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ പെരിഞ്ചീരകം, പോപ്പി സീഡൊക്കെ ഇതിൽ നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അതിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. നമുക്ക് ഇഷ്ടാനുസരണം അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ടേസ്റ്റ് ഒട്ടും കുറയാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 20 കാഷ്യൂ, 20 ബദാം, ഒരു 1.5 ടേബിൾ സ്പൂൺ മെലൺ സീഡ്, 2 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്, പിന്നെ ഒരു 20 പിസ്ത, ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഒരു 15 കുരുമുളക്, പിന്നെ കുറച്ച് സാഫ്രോൺ, നമ്മുടെ കുങ്കുമപ്പൂവ്. ഈ കുങ്കുമപ്പൂ വെള്ളം ഒഴിച്ച് നമ്മൾ മാറ്റി വെക്കണം. ബാക്കിയെല്ലാം നമ്മൾ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം ഒരു 2 മണിക്കൂറെങ്കിലും. നമ്മുടെ കുരുമുളക് കുതിർന്നിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തൊലി കളഞ്ഞ നമ്മുടെ ബദാം ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് ഇടുന്നത് കൊണ്ട് അതിൻ്റെ എരിവൊന്നും വരാൻ പോകുന്നില്ല. കുരുമുളകിൻ്റെ ചെറിയൊരു ടേസ്റ്റ്, ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇതിൻ്റേത്. ഒരിക്കലുണ്ടാക്കിയാൽ ഇത് ദിവസവും കുട്ടികൾ ആവശ്യപ്പെടുന്ന നല്ലൊരു ഷർബത്താണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പിസ്ത ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഞാൻ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ പിസ്തയുടെയും കാഷ്യൂ, ബദാം ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് വീർത്തിട്ടുണ്ട്. ഞാനിതൊരു 2-2.5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെലൺ സീഡ് കുതിർന്നതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഏലക്കയുടെ കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുതിർത്ത നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പോപ്പി സീഡ് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സാഫ്രോൺ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നില്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവണം. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ട് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ കൈകൊണ്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പയിലൊരു 3 ഗ്ലാസ് പാലാണ് വെച്ചേക്കുന്നത്. 3 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 3/4 ലിറ്റർ ഉണ്ടാവും. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം നമ്മളുടെ പാല് ഞാൻ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. ഈ ജാറിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ടും കൂടെ ഒന്ന് ഒഴിക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും നമ്മുടെ ഈ ഇളക്കി കൊടുക്കുന്നത് നിർത്തരുത്. അങ്ങനെ നമ്മുടെ ജാറും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയ തിള വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വയ്ക്കുക. ഇപ്പം നമ്മളുടെ ഈ പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കുറച്ച് നേരം നമ്മളിത് ഫ്രിഡ്ജിലും കൂടെ കയറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത് ഫുൾ തീർന്നില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല തിക്ക് പാലായിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? നന്നായിട്ടൊന്ന് തണുപ്പിക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല തണുത്താണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ വേണേൽ നമുക്ക് കുടിക്കാം. ഇതിനൊരു കുറച്ചൊരു പതഞ്ഞ് കിട്ടാനായിട്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ജാറിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1-2 പ്രാവശ്യം ബ്ലെൻഡ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളെടുത്ത് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം, നാളെ ഉപയോഗിക്കാമല്ലോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ തിക്കായ നമ്മുടെ ഷർബത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ഷർബത്താണ്. ഇത് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ഇത് ശരിക്കും കുടിച്ച് നോക്കണം. എത്ര കുടിച്ചാലും മതിയാവില്ല. ഇനി മൂന്നാമത്തെ ഗ്ലാസ്സിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ബദാം പിസ്തയൊക്കെ നമുക്കിട്ട് കൊടുക്കാം. ഈ ബദാം പിസ്തയുടെ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ റോസ് പെറ്റൽസ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമുക്കിത് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം വിഷം ചേർത്തല്ലേ വരുന്നത്. വീടുകളിലുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ ഈ ശർബത്തിന് ഠണ്ടായി എന്നാണ് പറയുന്നത്. ഠണ്ടായി എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം.